വെരി ഗുഡ്. ഡാഡി ബൈ. ഇന്ന് ഗോവിന്ദപിള്ളയ്ക്ക് ശകാരമൊന്നും കിട്ടിയില്ല അല്ലേ? കുഞ്ഞൊന്ന് ചിരിച്ചു കാണിക്കൂടെ? സന്തോഷം. അനുമോള് ചിലപ്പോ ആൺകുട്ടിയെ പോലെയാ. ഒന്നല്ലേ ഉള്ളൂ, രണ്ടു ഗുണം ഇരിക്കട്ടെ. ഉത്തരവ്. മതി മതി. ആ ഇനി വണ്ടി വിട്ട് പോണം. എന്ത് മര്യാദയാണിത്? ഇത് പ്രൈവറ്റ് വാഹനമല്ലേ? പ്രൈവറ്റ് ബസ്സുകാർ നോട്ടീസ് ഇല്ലാതെ പണിമുടക്കിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് കോളേജിൽ പോണ്ടേ? അവരെ നിങ്ങൾ തല്ലിയിട്ടല്ലേ അവര് പണിമുടക്കിയത്? ഞങ്ങളെ തല്ലിയ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? തൊഴണോ? ഒന്ന് മിണ്ടാതെ വണ്ടി വിട്ട് പോടോ. അവന്റെ ഒരു ജാട കണ്ടില്ലേ? ആ വരെ, നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അതിലാരെങ്കിലും കഴിക്കാൻ നോക്കാം. ആ പെണ്ണുങ്ങൾ വാ, ഒന്ന് മാറി നിൽക്കണം മിസ്റ്റർ. കേറിക്കോളൂ. കേറിക്കോ. ആ ഇനി വണ്ടി വിട്ട് പോണം. എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാൻ പറയൂ. എവിടെ പോകാനാ? ഞാൻ ഈ കാറിന്റെ ഉടമസ്ഥന്. ഛേ, നാശമായല്ലോ. ആ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിക്കേ പ്ലീസ്. ആ കയറി പോയട്ടെ, വിട്ടു പോണം. എടാ, അഞ്ചു രാത്രി കാർ വരുന്നുണ്ട്. അതിനെന്താ? തടഞ്ഞു നിർത്തി അതിലും ആളെ കയറ്റണം. അളിയാ, അവള് റിട്ടയർഡ് ചെയ്ത മകളാ. ഏത് തമ്പുരാന്റെ മകളായാലെന്താ? അവള് നമ്മളോടല്ലേ പഠിക്കുന്നത്? എന്താ? പ്രൈവറ്റ് ബസ്സുകാർ പണിമുടക്കി. കുറച്ചുപേരെ കാറിലൊന്ന് കൊണ്ടുപോകണം. അതിനിത് ടാക്സിക്കാരൊന്നുമല്ല, റോഡിന് മാറി നിൽക്കണം. ഓഹോ, കമോൺ ഗേൾസ്. ചുമ്മാ പോയി കേറുവങ്ങളെ, അവൾ എന്ത് ചെയ്യുമെന്ന് അറിയാമല്ലോ. കണ്ടതാണല്ലേ കാറിന്റെ കീ. ആ അടുത്ത ബാച്ച് റെഡി ആയിരുന്നു. ഇവരെ വിട്ടിട്ട് പോരാ. തമ്പി അദ്ദേഹത്തിന്റെ മോളല്ലേ? അതെ, എന്റെ കാറ് റൗഡി എടുത്തോണ്ട് പോയി. അതേത് റൗഡിയടാ? എന്നോടൊന്നിച്ച് പഠിക്കുന്നവനാ. എന്നിട്ട് അവനെ കുഞ്ഞറിയില്ലേ? അറിയും, പക്ഷെ ഒരു ധിക്കാരിയാ. അങ്ങനെ ഒരു ധിക്കാരി ഉണ്ടോ? ആ അതാ വരുന്നുണ്ട്. വണ്ടി റെഡി. അടുത്ത ട്രിപ്പ് കയറട്ടെ. നോക്കി പാട്ടി. മാറരുത് പണികളെ. എന്റെ അച്ഛനാണോ ഇത്? സുരേഷിന്റെ ഫാദറോ? അതെടാ, എന്റെ ഫാദറാ. അച്ഛാ, അച്ഛനൊന്നും പറ്റിയോ? ഞാൻ പഴയ ആളാ. നിനക്ക് വല്ലതും പറ്റിയോടാ മോനെ? അടിമോളെ, കുട്ടനായരോ? എന്താ? മാപ്പ് തരണം. എന്തിന്? ഇവിടുത്തെ കുഞ്ഞാണെന്ന് അവൻ അറിയില്ലായിരുന്നു. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സാരമില്ല, കോളേജ് ലൈഫ് അല്ലേ എന്ന് പറഞ്ഞാ പറ്റുമോ? കാർ എടുത്തത് പോട്ടെ, കുഞ്ഞിന്റെ കൈക്ക് കയറി പിടിച്ചതിന്റെ ഉദ്ദേശം? കീ ഇല്ലാതെ കാർ ഓടിക്കാൻ നോക്കോ? മിണ്ടാതെ നിൽക്കാതെ. കുഞ്ഞു പോകരുത്.
ദാ, മാപ്പ് ചോദിക്ക. മാപ്പോ? ആരോട്? ആരോടെന്നോ? കുഞ്ഞിനോട്. ദേ അത് ന്യായം. ചോദിക്കണ മാപ്പ്. എനിക്ക് പറ്റില്ല. ഹേ, എന്ത് പറഞ്ഞാ? അടിക്കാൻ വരട്ടെ. മാപ്പ് പറയണോ മോളെ? പറയണം. പറയടാ. ഞാൻ പറയില്ല. നീ പറയില്ലല്ലടാ. പറയടാ. പറയടാ. നീ പറയില്ലല്ലേ? പറയടാ. പറയടാ. അടിച്ചു കൊന്നോളൂ. എന്നാൽ ഞാൻ എന്റെ ക്ലാസ്മേറ്റിനോട് മാപ്പ് പറയില്ല. നാളെ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. വേണമെങ്കിൽ ഇദ്ദേഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കാം. വേണ്ട, ഇനിയിപ്പോൾ ആരോടും മാപ്പ് ചോദിക്കണ്ട. സുരേഷ് പറഞ്ഞത് കാര്യമാണ്. മോള് പൊയ്ക്കൊള്ളൂ. പൊയ്ക്കൊള്ളൂ. അച്ഛാ, ഇനി നമുക്ക് പൊയ്ക്കൂടെ? വേണ്ട, നിന്റെ കൂടെ ഞാൻ വരുന്നില്ല. നീ വയ്ക്കോ, ഞാൻ എപ്പോഴെങ്കിലും വന്നോളാം. പയ്യൻ ഒരു എല്ല് കൂടുതലാ അല്ലേ കുട്ടൻ നായരെ? ഒന്നല്ല, ഒരുപാട് കൂടുതലാ. കണ്ടില്ലേ? കുട്ടനായർ ഈ നാട്ടിൽ വന്നിട്ട് 1 വർഷമായില്ലേ? എന്നിട്ടും ഇങ്ങനൊരു മകളുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ആകെ ഉള്ള ഒരു ആന്തരിയാ, ബാക്കി 4 പെണ്ണാ. മഹാവികൃതിയാ. അമ്മയൊന്നും അവൻ അനുസരിക്കത്തില്ല. അതുകൊണ്ട് സ്ഥലം മാറി പോകുന്നിടത്ത് കൊണ്ടു നടന്ന് പഠിപ്പിക്കുകയാണേ. ഈ നാട്ടിൽ വെച്ച് BA ഒന്ന് പാസ്സാക്കി എടുത്താൽ കൊള്ളാവുന്നുണ്ട്. ഉം. എന്താ, ഇന്നും വഴക്കിന് വേണ്ടി ഇറങ്ങിയിരിക്കാണോ? ആണെങ്കിൽ ഈ പല്ലുകൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. എന്താ, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ പല്ല്? ഇങ്ങനെ കാറോടിച്ചാൽ വായി പല്ല് കാണില്ല. അത്രയ്ക്ക് ധൈര്യമോ? ഒന്ന് പോടി അലവിലാതി. റിട്ടയർഡ് അജിയുടെ മകളാണെന്ന് തണ്ടായിരിക്കും. ചിരിക്കുന്നോ? സുരേഷിന്റെ ഈ ധിക്കാരം എനിക്കിഷ്ടമാണ്. എന്തോ പൗരുഷം വില കൊടുത്താ കിട്ടില്ല. ഒരു കടലാസിൽ അതിങ്ങ് എഴുതി തരാമോ? സുരേഷ് വീട്ടിൽ വന്നപ്പോ എന്നോട് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഈ മുഖത്ത് ഞാൻ പിന്നെ നോക്കില്ലായിരുന്നു. ഈ കവിളുകളിൽ എത്ര അടി കൊണ്ടു, എന്നിട്ടും മാപ്പ് പറഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണം? ഇപ്പോഴൊന്നും വേണ്ട. ഐ ലൈക്ക് യു.